ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ വീട്ടിലുള്ള 2 വസ്തുക്കൾ ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയുന്നത്. നമ്മുടെ വീടുകളിൽ കണ്ണാടികൾ, നിറമങ്ങിയ കണ്ണാടി പാത്രങ്ങളും ഫോട്ടോകളുടെ ചില്ലുകളൊക്കെ കാണാറുണ്ട്. അത് പഴയതുപോലെ ഭംഗി കിട്ടാനായിട്ട് അല്പം ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ച് നിലക്കണ്ണാടിയായാലും അതുപോലെ തന്നെ ഫോട്ടോ ഫ്രെയിമിൻ്റെ ചില്ലുകളായാലും മറ്റും തുടയ്ക്കുകയാണെങ്കിൽ അവയ്ക്ക് പഴയ ഭംഗി വീണ്ടും കിട്ടും. ഒരല്പം ടൂത്ത് പേസ്റ്റ് മാത്രമാണ് ഇതിന് വേണ്ടതുള്ളൂ. മറ്റൊന്ന്, നമ്മൾ വീട്ടിൽ അരി കഴുകിയതിന് ശേഷം ആ വെള്ളം വെറുതെ ഒഴുക്കി കളയുകയാണ് പതിവ്. അതിന് ഇങ്ങനെ ഒരു ഗുണം കൂടി ഉണ്ട്. അരി കഴുകിയ വെള്ളം അത് ഉപയോഗിച്ച് നമുക്ക് വാഷ് ബേസിൻ തുടയ്ക്കുകയാണെങ്കിൽ വാഷ് ബേസിന് നല്ല തിളക്കം കിട്ടും. അതുപോലെ തന്നെ സ്പടിക പാത്രങ്ങളെല്ലാം ഈ അരി കഴുകിയ വെള്ളത്തിൽ കഴുകി തുടച്ചാൽ പഴയ തിളക്കം അതിന് കിട്ടാൻ സഹായിക്കും. മറ്റൊന്ന് ഞാൻ പറയാൻ പോകുന്നത്, പലപ്പോഴും നമ്മുടെ സെപ്റ്റിക് ടാങ്കുകൾ എളുപ്പം നിറയാറുണ്ട്. അതിന് പ്രത്യേക കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഉപയോഗിക്കുന്ന പല കെമിക്കലുകളും സെപ്റ്റിക് ടാങ്കിലുള്ള ബാക്ടീരിയകളെ കൊന്നൊടുക്കുന്നത് മൂലമാണ് പെട്ടെന്ന് സെപ്റ്റിക് ടാങ്ക് നിറയുന്നത്. നമുക്കറിയാം, ബാക്ടീരിയകളാണ് സെപ്റ്റിക് ടാങ്കിലെ മാലിന്യങ്ങളെ തിന്ന് നശിപ്പിക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന പല സോപ്പ് വെള്ളമായാലും അതുപോലെ മറ്റ് ലിക്വിഡുകളായാലും ഫിനോയിലും അവയെല്ലാം പലപ്പോഴും സെപ്റ്റിക് ടാങ്കിലെ ബാക്ടീരിയകളെ കൊന്നൊടുക്കുന്നതിന് വളരെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എളുപ്പത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന വേഗത്തിൽ സെപ്റ്റിക് ടാങ്ക് നിറയുന്നത്. അതിന് നമുക്ക് വേണ്ടത് 2 കപ്പ് ചാണകം, പച്ച ചാണകം. അതുണ്ടെങ്കിൽ ഒരു ബക്കറ്റിലേക്ക് അതല്പം വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് അത് ക്ലോസറ്റിൽ ഒഴിച്ചാൽ മതി. അങ്ങനെ 2 കപ്പ് ചാണകം വെച്ച് 3-4 മാസം കൂടുമ്പോൾ സെപ്റ്റിക് ടാങ്കിൽ ഒഴിക്കുകയാണെങ്കിൽ ഈ പച്ച ചാണകം ധാരാളം ബാക്ടീരിയകളെ ഉണ്ടാക്കും. അതുവഴി സെപ്റ്റിക് ടാങ്ക് എളുപ്പം നിറയുന്നതിന് ഒരു ശാശ്വതമായ ഒരു പരിഹാരമാണ്. ഇത്തരം പൊടിക്കൈകൾ ആരും പറഞ്ഞെന്ന് വരില്ല, പക്ഷെ ഇതിൻ്റെ ഗുണം 100% വിശ്വസിക്കാവുന്ന ഗുണമാണ്. നിങ്ങളിത് ചെയ്ത് നോക്കുക. ഇതിന് സയൻറ്റിഫിക്കായിട്ടുള്ള പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്കിത് ചെയ്യാവുന്നതാണ്. ഗ്രഹവിജ്ഞാനം, ചില പൊടികകൾ എന്ന ഈ പങ്ക്തി ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വിഷയമായി ഞാൻ വീണ്ടും നിങ്ങൾക്ക് മുമ്പിൽ എത്തുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.